വയനാടും ചേലക്കരയും വിധി എഴുതുന്നു. ഇപ്പോൾ ചേലക്കരയിൽ നിന്നും ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മുള്ളൂർക്കര പഞ്ചായത്തിലെ LP സ്കൂൾ മുള്ളൂർക്കരയിലാണ്. ഇവിടെ 4 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ 4 ബൂത്തുകളിലും വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ചസമയം കഴിഞ്ഞു. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4 ബൂത്തുകളിലും ഏതാണ്ട് 50% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. രാവിലെ നമ്മൾ തിരുവില്ലാമലയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അങ്ങനെ 5 പഞ്ചായത്തുകൾ കഴിഞ്ഞു. ഇപ്പോൾ 6ാമത്തെ പഞ്ചായത്തിലാണ്, ഈ മുള്ളൂർക്കര പഞ്ചായത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ പഞ്ചായത്തുകളൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളുടെ വോട്ടർമാരുടെ ഒരു മുൻതൂക്കം, അതായത് തള്ളിക്കയറ്റം എന്ന് വേണമെങ്കിൽ സാധിക്കും. രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും വലിയ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര. 3 മുന്നണികളും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ഈ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഏതാണ്ട് 50 ഉച്ചവരെ ഏതാണ്ട് 50% ആൾക്കാർ ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, കുറച്ച് ആൾക്കാർ നിൽക്കുകയാണ്. അങ്ങനെ വളരെ ക്ഷമയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ചിലർ കൈക്കുഞ്ഞുങ്ങളുമായി വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന വോട്ടർമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളും ഇടയ്ക്കിടയ്ക്ക് ഓരോ പോളിംഗ് ബൂത്തുകളിലും വന്ന് സന്ദർശിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് 3 മുന്നണികളും, ദേശീയ ജനാധിപത്യ സഖ്യമായാലും UDF ആയാലും LDF ആയാലും, അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പരമാവധി വോട്ടുകൾ നേടി തങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിലായിരുന്നു. ഇടതുമുന്നണി ഇത്തവണ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് UR പ്രദീപിനെയാണ്. 2014 വിജയിച്ച UR പ്രദീപാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. UDF ഇക്കുറി മത്സരിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നത് 2019 പാർലമെന്റിൽ വിജയിച്ച രമ്യ ഹരിദാസ് ആണ്. ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിനെയാണ് സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത്. NDA ആണെങ്കിൽ K ബാലകൃഷ്ണൻ, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ K ബാലകൃഷ്ണനെയാണ് NDA സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അങ്ങനെ 3 മുന്നണികളും ഒപ്പം PV അൻവറിന്റെ DMKയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ സുധീർ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരമാവധി വോട്ടുകൾ, സുധീർ നേടുന്ന വോട്ടുകൾ ഈ ജയപരാജയങ്ങൾ നിർണായകമാകും. അതോടൊപ്പം തന്നെ പുതിയ വോട്ടർമാരുടെ, അതായത് 10,000-ൽ പരം പുതിയ വോട്ടർമാരുണ്ട്. അപ്പോൾ ആ വോട്ടർമാരുടെ ഒരു സാന്നിധ്യവും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ പറയുന്ന എല്ലാ ബൂത്തുകളും നമ്മൾ ഈ രാവിലെ തിരുവില്ലാമല പഞ്ചായത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഈ തിരുവില്ലാമല പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് മുള്ളൂർക്കര പഞ്ചായത്തിലാണ്. ഈ പറയുന്ന ഇനിയും 3 പഞ്ചായത്തുകളുണ്ട്. 9 പഞ്ചായത്തുകൾ കൂടി ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അങ്ങനെ രാവിലെ തുടങ്ങിയ ഒരു യാത്ര നമുക്കിവിടെ ഇപ്പോൾ മുള്ളൂർക്കരയാണ് എത്തിയിരിക്കുന്നത്. സൗമ്യ, ചേലക്കരയിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.